ഹായ് സ്റ്റുഡൻസ്, ആപ്പിൾ ബി അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ HSST കൊമേഴ്സിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ കോസ്റ്റിങ്ങിൽ തന്നെ നമുക്ക് കോസ്റ്റിങ്ങിൻ്റെ ടൈപ്സ് ഉണ്ട്, അല്ലെങ്കിൽ പല ടെക്നിക്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായി പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കോസ്റ്റിംഗ്, പലതരത്തിലുള്ള കോസ്റ്റിംഗ് മെത്തേഡ്സുകൾ, ഏതൊക്കെ മേഖലയിലാണ് നമുക്ക് ഈ ഒരു കോസ്റ്റിംഗ് മെത്തേഡ്സുകൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും പഠിക്കുക. സോ ലെറ്റ് സ്റ്റാർട്ട്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം എന്ന് നമുക്ക് ആദ്യം ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നടത്തിയിട്ട് നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് മൂവ് ചെയ്യാം. സോ രണ്ട് രീതിയിലാണ് നമുക്ക് പൊതുവേ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, നമുക്ക് ഏതൊക്കെ ഇൻഡസ്ട്രിയിലാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഇൻഡസ്ട്രി തന്നിട്ട് ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കോസ്റ്റിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ആ തരത്തിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതല്ല എങ്കിൽ നമ്മളോട് ചോദിക്കാവുന്നത് ഓരോ മെത്തേഡ്സിനും നമ്മൾ അതിൻ്റെതായ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ടൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ തരത്തിലുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. എന്താണ് കോസ്റ്റിംഗ് മെത്തേഡ്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ടോട്ടൽ ആകുന്ന കോസ്റ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. ഇത് ഡിറ്റർമിൻ ചെയ്യാൻ പല രീതികളുണ്ട്. ഓക്കെ, ആ പല രീതികളാണ് നമ്മൾ ഈ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ ആ കോസ്റ്റിനെ ഇവാലുവേറ്റ് ചെയ്തത്, അതൊക്കെ ആയിരിക്കും നമ്മൾ കോസ്റ്റിംഗ് മെത്തേഡ്സിൽ പഠിക്കുന്നത്. സോ ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ഫോർ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദെയർ വർക്ക്, അല്ലേ? അപ്പോൾ ഓരോ ഓർഗനൈസേഷനും അവർ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്താ, ടെക്നിക്സ് എന്താ എന്നുള്ള രീതിയിൽ അതിൻ്റെ കോസ്റ്റിംഗ് മെക്കാനിസത്തിലും വ്യത്യാസം വരും. സോ ആ ഓരോ മെത്തേഡുകളെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ എവറി ബിസിനസ് ആൻഡ് ഓർഗനൈസേഷൻ ഈസ് ഡിഫറെൻറ്റ് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഇറ്റ് ഓൾസോ നീഡ്സ് ടു എംപ്ലോയ് ഡിഫറെൻറ്റ് കോസ്റ്റിംഗ് മെത്തേഡ്സ് ടു അസർടൈൻ ദ കോസ്റ്റ് ഓഫ് ദെയർ പ്രൊഡക്റ്റ്. അപ്പം ഓരോ പ്രൊഡക്റ്റിലും വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റിൻ്റെയും പ്രോസസ്സിലും നേച്ചറിലും ഒക്കെ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ മെത്തേഡ് നമുക്ക് എല്ലായിടത്തും ഒരുപോലെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ്. സോ ബേസിക്കലി മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗിലേക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള കോസ്റ്റിംഗ് മെത്തേഡ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ജോബ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. ഇതിൽ നമ്മൾ ആദ്യം കാണുന്ന 4 കോസ്റ്റിംഗ് മെത്തേഡ്സുകൾ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമുക്ക് കുറേ ഡീറ്റെയിൽ ആയിട്ട് പലപ്പോഴും പഠിക്കാനുള്ള ഒന്നാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത്. സോ നിങ്ങൾ ഡിഗ്രി PG ക്ലാസ്സുകളിലൊക്കെ പ്രോസസ് കോസ്റ്റ് അക്കൗണ്ട്സുകളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതായിരിക്കാം. സോ നമുക്ക് ഏതായാലും അങ്ങനെ അക്കൗണ്ട്സുകളൊന്നും പ്രിപ്പയർ ചെയ്യുക എന്നുള്ള രീതിയിലല്ല, പക്ഷെ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. സോ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. എന്താണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, സർവീസ് കോസ്റ്റിംഗ്. സോ ഒരൊറ്റ ടേമിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അതായത് സർവീസുകളുടെ കോസ്റ്റുകൾ, ഓക്കെ, സർവീസ് ഇൻഡസ്ട്രീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റിംഗ് മെക്കാനിസം ആണ് ഇതെന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ സർവീസ് ഏതുമാകാം, ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹോട്ടൽസ്, ഇവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ്. Okay, so which is suitable for industries which render service as a distinct from those which manufacture goods. അപ്പോൾ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഫേമിനല്ല, നേരെ മറിച്ച് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രീസുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. സോ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ്, ഹോസ്പിറ്റൽസ്, ഹോട്ടൽസ്, ഇവിടെയൊക്കെ നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കുവാൻ ഉപയോഗിക്കുന്ന ആ ഒരു മെത്തേഡാണ് ഇതെന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ഇസ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. എന്താ ഈ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പേര് പറയുന്ന പോലെ തന്നെ ഒന്നിൽ കൂടുതൽ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അതിനെ മറ്റൊരു പേരൂടെ വിളിക്കാം കോമ്പോസിറ്റ് കോസ്റ്റിംഗ്. ഇപ്പം നമ്മൾ കാർ മാനുഫാക്ചറിങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, ആ ഒരു പാർട്സ് എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടി, അതിനുശേഷം നമ്മളിതിനെ അസംബിൾ ചെയ്തെടുക്കുന്നതാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പല പല പാർട്സ് എന്ന് പറയുന്ന പല രീതിയിൽ അതിനെ കോസ്റ്റിംഗ് നടത്തിയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും, ശരിയല്ലേ? അപ്പോൾ ഓരോ എലമെൻസും പലയിടത്തും നമ്മൾ പർച്ചേസ് ചെയ്തെടുക്കുമ്പോൾ അതിന് ഓരോന്നിനും സെപ്പറേറ്റ് കോസ്റ്റ് മറ്റൊരു മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും ഇങ്ങ് വരിക. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഓരോ പാർട്സിനും പല പല കോസ്റ്റിംഗ് മെത്തേഡ്സുകൾ യൂസ് ചെയ്തു. അതുകൊണ്ടാണ് നമ്മളതിനെ കോമ്പോസിറ്റ് കോസ്റ്റിംഗ് എന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. Let's see, application of more than one method of costing in respect of same product. ഒരേ പ്രൊഡക്റ്റിന് ഒന്നിൽ കൂടുതൽ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ദാറ്റ് ഇസ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. സോ വിച്ച് ഇസ് suitable for industries where a number of components parts are separately produced and subsequently assembled into final product. അതാണ് അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ മാനുഫാക്ചറിങ് ഓഫ് കാർ, സൈക്കിൾ എന്നൊക്കെ പറയുന്നത്. നമുക്കറിയാം, പല പല പാർട്സ് കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനെ അസംബിൾ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ആ ഓരോ പാർട്സിനും ഓരോ തരത്തിലുള്ള മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കമ്പൈൻഡ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് കോസ്റ്റ്
അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത്. സോ ഇൻ സച്ച് ഇൻഡസ്ട്രീസ് ഈച്ച് കമ്പോണന്റ് ഡിഫർ ഫ്രം ദ അതേഴ്സ് ആസ് ടു പ്രൈസ്, മെറ്റീരിയൽ യൂസ്ഡ് ആൻഡ് ദ പ്രോസസ് ഓഫ് മാനുഫാക്ചർ അണ്ടർഗോൺ. അല്ലെ, ഓരോ പാർട്സും ഓരോ രീതിയിലുള്ള പ്രോസസ് ത്രൂ വന്നതായിരിക്കും. സോ ദർ ഇസ് എ ഡിഫറൻസ് എന്നുള്ളതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ജോബ് കോസ്റ്റിംഗ്. എന്താ ജോബ് കോസ്റ്റിംഗ്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ഈ ജോബ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്? ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ആണ്. അതായത് നമ്മളൊരു പ്രീ പ്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹോം ബേക്കർ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡിനെ നമുക്ക് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയാം. കാരണം അത് ആ ഒരു പെർട്ടിക്കുലർ ജോലിനെ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഓർഡറിനെ ബേസ് ചെയ്തിട്ടാണ് കോസ്റ്റ് അവിടെ ചാർജ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു കേക്കിന് ഓർഡർ കൊടുത്തു. ഓക്കെ, ഇപ്പം നിങ്ങളിൽ ഒരാളും ഒരു കേക്കിന് ഓർഡർ കൊടുത്തു എന്ന് വിചാരിക്കുക. ചിലപ്പോൾ നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്ന എന്താ പറയുക, ചിലപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ ചിലപ്പോൾ ചിലർ അതിൽ പറയുന്ന സ്റ്റിക്കേഴ്സുകൾ ആഡ് ചെയ്യാനായിട്ട് പറയാം, അല്ലെങ്കിൽ ചിലപ്പം ഈ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും ഫ്ലേവേഴ്സുകൾ ആഡ് ചെയ്യാൻ പറയാം, കളർ ആഡ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഷുഗർ ആഡ് ചെയ്യരുതെന്ന് പറയാം. അപ്പോൾ പല രീതിയിൽ പല റെക്കമെൻഡേഷൻ വരും. അപ്പോൾ ഇതെല്ലാം കസ്റ്റമൈസ്ഡ് ആണ് അല്ലേ. അവർ നേരത്തെ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചേക്കുമല്ല, നമ്മൾ നമ്മുടെ ഡിമാൻഡ്സ് ആൻഡ് റിക്വയർമെൻറ്റ്സ് പറയുന്നത് അനുസരിച്ചാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ പ്രീ പ്രൊഡക്ഷൻ ഇല്ല, ഓർഡർ ബേസ്ഡ് പ്രൊഡക്ഷനാണ് സംഭവിക്കുന്നത്. സോ അങ്ങനെയുള്ളിടത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ജോബ് കോസ്റ്റിംഗ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? അത് ഓരോരുത്തരനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പം ഞാൻ ഒരു കേക്ക് ഓർഡർ ചെയ്തപ്പോഴത്തെ അതേ കോസ്റ്റ് ആയിരിക്കില്ല നിങ്ങൾ ഓർഡർ ചെയ്തത്. കാരണം നമ്മൾ പറയുന്ന ഡിമാൻഡ്സിൽ നമ്മുടെ നീഡ്സിലൊക്കെ ഡിഫറൻസസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയുള്ളത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാം. The products are produced only against customers' order and not for maintaining stock for sale. നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടില്ല. ഓക്കെ, അങ്ങനെ ഒരു കാര്യം ഇവിടെ ചെയ്യുന്നില്ല. നേരെ മറിച്ച് കസ്റ്റമർ ഓർഡർ ചെയ്യുന്നു, അതനുസരിച്ച് ചെയ്യുന്നു. ഇപ്പോൾ ഒരു കസ്റ്റമൈസ്ഡ് ബൊട്ടിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് എക്സാമ്പിൾ പറയാം. നമ്മൾ നമ്മുടെ ഡിസൈൻസ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ തോട്ട്സ് പറയുന്നു, അതിന് ശേഷം അവരത് ചെയ്യുന്നു. സോ അവിടെയൊക്കെ നമുക്ക് ജോബ് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യാനായിട്ട് പറ്റുക. അതുകൊണ്ട് തന്നെ ഓരോ ജോബിൻ്റെയും കോസ്റ്റ് നമ്മൾ സെപ്പറേറ്റ്ലി ആയിരിക്കും ചെയ്യുന്നത്, ഒരുമിച്ചല്ല ചെയ്യുന്നത്. കാരണം ഓരോ ജോബും ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ്. So the job costing method falls under specific order costing. കാരണം അത് സ്പെസിഫിക് ആണ്, ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടാണ് നമ്മൾ കോസ്റ്റ് ചാർജ് ചെയ്യുന്നത്. എല്ലാത്തിനും ജനറലി നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ജോബും ഒന്നിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ ഒരു കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അവരെപ്പോഴും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ല, ബേസ്ഡ് ഓൺ ഓർഡർ അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ഡിമാൻഡ്സിനനുസരിച്ചാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈച്ച് ജോബ് റിക്വയർ സ്പെഷ്യൽ അറ്റൻഷൻ ആൻഡ് സ്കിൽ ഫോർ കംപ്ലീഷൻ അല്ലേ. അപ്പോൾ ഇത് വെറുതെ ഒരാൾക്കിരുന്ന് ചെയ്യാമെന്നല്ല, ആ ഒരു ജോബ് എന്ന് പറയുന്നത് ചെയ്യാൻ കഴിവുള്ള അല്ലെങ്കിൽ അതിന് സ്കിൽ ആവശ്യമാണെങ്കിലാണ് അവർക്ക് ആ ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ദെൻ ദർ ഇസ് നോ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ അല്ല. ഇവിടെ ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ അല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കുക എന്നൊരു രീതിയില്ല. സോ ഇവിടെ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ സംഭവിക്കുന്നില്ല. ബേസ്ഡ് ഓൺ ഓർഡർ അവിടെ എന്ത് ചെയ്യുകയാണ്, പ്രൊഡക്ഷൻ നടക്കുക എന്നുള്ളതാണ്. ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ ഇല്ല എന്നുകൊണ്ട് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് എല്ലാം ഒരുപോലെ അല്ലല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേപോലെയല്ല, ഓരോന്നും ഡിഫറെൻ്റ് ആണ്, ഒന്നുപോലെയല്ല മറ്റൊന്ന്. അതുകൊണ്ടാണ് നമ്മളവിടെ പറയുന്നത് സ്റ്റാൻഡേർഡൈസേഷൻ ഇല്ല എന്നുള്ളത്. ആൻഡ് ചിലപ്പോൾ പല പല പ്രോസസ്സ് ഉണ്ടായിരിക്കും. ഈ എല്ലാ പ്രോസസ്സിൽ കൂടിയും ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് പോകണമെന്ന് നിർബന്ധമില്ല. ഇപ്പം നമ്മൾ പറഞ്ഞ കേക്കിൻ്റെ എക്സാമ്പിളാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ചിലർ പറയണം ഓക്കെ അതിൽ ക്രീം ആഡ് ചെയ്യേണ്ട, അപ്പോൾ ക്രീം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് അത് പോകുന്നില്ല, ശരിയല്ലേ? അപ്പോൾ ഈ പറയുന്ന ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ പ്രോസസ്സിൽ കൂടി അത് പാസ് ചെയ്ത് പോകണമെന്നില്ല. ഓരോ പ്രൊഡക്റ്റും അത് വേരി ചെയ്തിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം, കാരണം ഓരോന്നും ഡിഫറെൻ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, നൗ കോസ്റ്റിങ്ങിൻ്റെ നമ്മൾ പറഞ്ഞു ഓരോ മെത്തേഡ് പഠിക്കുമ്പോൾ അതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് പഠിക്കണം, അതോടൊപ്പം ഇത് എവിടെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് കൂടി പഠിക്കണം. സോ എവിടെയൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? പ്രിൻറ്റിംഗ് പ്രസ്സുകൾ, റിപ്പയർ വർക്ക്ഷോപ്പ്. യെസ്, ദാറ്റ്സ് ഓൾസോ ഒരു നല്ല എക്സാമ്പിളാണ് അല്ലേ. റിപ്പയർ വർക്ക്ഷോപ്പുകളിൽ നമ്മൾ കൊണ്ട് കൊടുക്കുമ്പോൾ ഒരാൾ പറയുന്ന അയാൾക്ക് വേണ്ടുന്ന അതേ കാര്യമായിരിക്കുമോ മറ്റൊരാൾക്ക് വേണ്ട? ഉറപ്പായിട്ടും അല്ല. സോ ദർ ഇസ് ഡിഫറൻസ്. ദെൻ അതർ സിമിലർ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് വിച്ച് മാനുഫാക്ചേഴ്സ് അക്കോർഡിംഗ് ടു കസ്റ്റമർ സ്പെസിഫിക് നീഡ്സ്. ഓക്കെ, കസ്റ്റമറിൻ്റെ നീഡിനനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയും നമുക്ക് ജോബ് കോസ്റ്റിങ്ങിൽ പറയാമെന്നുള്ളതാണ്. ഓക്കെ, that's it.
വൺ ഇസ് ബാച്ച് കോസ്റ്റിംഗ്. ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്ട്സുകൾ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് ബാച്ച് കോസ്റ്റിംഗ്, അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുക. സോ വിച്ച് ഇസ് യൂസ്ഡ് വെൻ ദ ഗുഡ്സ് ആർ നോട്ട് പ്രൊഡ്യൂസ്ഡ് ടു ഡിമാൻഡ് ബട്ട് ആർ പ്രീ പ്രൊഡ്യൂസ്ഡ്. അതായത് ഒരാളൊരു ഡിമാൻഡ് പറയുന്നതിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്, അതായത് ജോബ് കോസ്റ്റിംഗ് പോലെയല്ല, ഇവിടെ എങ്ങനെയാണ് പ്രീ പ്രൊഡക്ഷൻ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഒക്കേഴ്സ് ഇൻ ബാച്ചസ്. ഇവിടെ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ സംഭവിക്കുന്നുണ്ട്, പക്ഷെ അത് ബാച്ചസ് ആയിട്ടാണ്. ഇപ്പോൾ ഒരു ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10-20 യൂണിറ്റ്സ് ആയിരിക്കും. അങ്ങനെ ഒരു ബാച്ച് ആയിട്ടാണ് അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ദീസ് മേ ബി ഫോർ സ്പെസിഫിക് ഓർഡർ ഓർ സം പ്രീ ഡിറ്റർമിൻ ക്വാണ്ടിറ്റി. ചിലപ്പോൾ ഒരു ഓർഡർ കൊടുക്കാം, ഓക്കെ ഇത്രത്തോളം. അപ്പോൾ അത് നമ്മൾ ഓർക്കേണ്ടത് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരുമിച്ച് ആ വരുന്ന ഇപ്പോൾ ഒരു 10 യൂണിറ്റ് വേണമെന്ന് പറയുമ്പോൾ 10 യൂണിറ്റ് ഒരുപോലെ ഇരിക്കുന്ന പ്രൊഡക്റ്റുകളായിരിക്കും. ഓക്കെ, ആൻഡ് ഈ ഒരു മെത്തേഡ് നമുക്ക് ഇലക്ട്രോണിക് ഗുഡ്സുകൾക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ബാച്ച് കോസ്റ്റിങ്ങിൽ നിങ്ങളൊരു യൂണിറ്റിന് എത്ര കോസ്റ്റ് ആകുന്നുണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ബാച്ച് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ്. അതായത് ആ ബാച്ചിന് മുഴുവനായിട്ട് എത്ര കോസ്റ്റ് ആകുന്നുണ്ട്, അതിനുള്ളിൽ എത്ര ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഇപ്പം നിങ്ങളുടെ ടോട്ടൽ ബാച്ച് കോസ്റ്റ് 10,000 ആണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബാച്ചിലുള്ളത് 100 യൂണിറ്റ്സ് ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിന് എത്ര കോസ്റ്റ് ആകും? 100. റൈറ്റ്, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഒരു യൂണിറ്റിന് 100 ആണ്, പക്ഷേ ടോട്ടൽ ബാച്ചിന് 10,000 ആണ്. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ സെപ്പറേറ്റ് കോസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി ബാച്ച് കോസ്റ്റിംഗ് നമുക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം? ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്, മാനുഫാക്ചറിങ് ഓഫ് ട്യൂബ് ആൻഡ് ടയർ, മാനുഫാക്ചറിങ് ഓഫ് ഇലക്ട്രോണിക് പാർട്സ്, ടോയ്സ്, ഇതെല്ലാം എന്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം? ബാച്ച് കോസ്റ്റിംഗ്. അല്ല, എവിടെയെല്ലാം ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇതെല്ലാം നമുക്ക് ബാച്ച് കോസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയാവുന്നതാണ്. ആൻഡ് നൗ ഇറ്റ്സ് അബൌട്ട് കോൺട്രാക്ട് കോസ്റ്റിംഗ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് എവിടെയായിരിക്കും യൂസ് ചെയ്യുന്നത്? നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞ എല്ലാ മെത്തേഡ്സുകളിലും ആക്ച്വലി നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ പറയുക ഒരു റൂഫിൻ്റെ കീഴിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ കോൺട്രാക്ട് കോസ്റ്റിലേക്ക് വരുമ്പം നമ്മൾ അവിടെ ചെന്നല്ലേ, നമുക്കറിയാം ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിങ് അല്ലെങ്കിൽ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ബിൽഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. സോ അതെന്ന് പറയുന്നത് നമ്മൾ അവിടെ പോയി ചെയ്യണം അല്ലേ, അല്ലാണ്ട് നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് ഇരുന്നല്ല നമ്മൾ ചെയ്യുന്നത്, അത് അവിടെ പോയി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. കമ്പാരിറ്റീവ്ലി ഇത് കുറച്ചുകൂടെ ഒരു ലോങ് ടേം പ്രോജക്റ്റുകളാണ് അല്ലേ. ഇതിന് മുമ്പ് പറഞ്ഞൊക്കെ ഒരു അല്ലെങ്കിൽ ഒരു ഷോർട്ട് സ്പാനോടുകൂടി നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണെങ്കിൽ ഇതിൻ്റെ ടൈം സ്പാൻ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ് അല്ലേ, നമുക്കറിയാവുന്ന കാര്യമാണ്. സോ കോൺട്രാക്ട് കോസ്റ്റിംഗ് ഈസ് മെയിൻലി അപ്ലൈഡ് ഇൻ സിവിൽ കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ്, ഷിപ്പ് ബിൽഡിംഗ്, റോഡ് ആൻഡ് റെയിൽവേ ലൈൻ കോൺട്രാക്ട്, കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജസ്, ഇതൊക്കെ നമുക്കറിയാം കുറച്ച് സമയം എടുക്കുന്ന കാര്യങ്ങളാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്, അല്ലെങ്കിൽ അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് അപ്ലൈഡ് ടു കോൺട്രാക്ട്സ് വെയർ ദ സബ്സ്റ്റാൻഷ്യൽ ടൈം ഈസ് ടേക്കൺ ടു കംപ്ലീറ്റ്. അത്യാവശ്യം സമയം എടുക്കും എന്നുള്ളതാണ്. സോ കോൺട്രാക്ട്സ് ആർ അണ്ടർടേക്കൺ ടു സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് കസ്റ്റമേഴ്സിന് നീഡ്സ് അനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്, പക്ഷെ അത് കുറച്ചുകൂടി ടൈം എടുക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കൊരു പ്ലേസിലിരുന്ന് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അല്ല എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് കോൺട്രാക്ട് കോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് എവിടെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ ഷിപ്പ് ബിൽഡിംഗ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റോഡ് ആൻഡ് റെയിൽവേ ലൈൻ കോൺട്രാക്ട്സ്, കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജസ് ഒക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് കൺസ്ട്രക്ഷൻ കാര്യങ്ങളാണ് ഈ കോൺട്രാക്ട് കോസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ആൻഡ് ഫൈനലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ് കോസ്റ്റിംഗിലേക്ക് നമുക്ക് വരാം. സോ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞ മെത്തേഡുകൾ നമ്മൾ പറഞ്ഞു ഇന്ന മേഖലയിലൊക്കെ അപ്ലൈ ചെയ്യാം. സോ അതല്ലാതെയുള്ള ബാക്കി പല കാര്യങ്ങളും നമുക്ക്, അല്ലെങ്കിൽ ബാക്കിയുള്ള പലയിടത്തും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ഫോം ഓഫ് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. സോ ഇത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അല്ലെങ്കിൽ ഇവിടെ ഒരു കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ സംഭവിക്കുകയാണ്, അതായത് പല പ്രോസസ്സിൽ കൂടി മൂവ് ചെയ്ത് ഇവിടെ പ്രൊഡക്ഷൻ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ളിടത്താണ് നമുക്ക് പ്രോസസ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. സോ വിച്ച് ഈസ് യൂസ് ടു അസെർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് അറ്റ് ഈച്ച് പ്രോസസ് ഓർ സ്റ്റേജസ് ഓഫ് മാനുഫാക്ചർ വെയർ ദ പ്രോസസ് ആർ ക്യാരി. സോ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇത് ഒരൊറ്റ പ്രോസസ്സ് ആയിരിക്കില്ല, 2-3 പ്രോസസ്സ് ആയിരിക്കും. അപ്പോൾ ഓരോ പ്രോസസ്സ് കഴിഞ്ഞപ്പോഴും അതിന് എത്ര കോസ്റ്റായി. ഇപ്പം നമ്മളിതിൽ പ്രോബ്ലം ഒക്കെ നിങ്ങൾ പഠിച്ച കാലത്ത് പ്രോസസ്സ് എ, പ്രോസസ്സ് ബി, പ്രോസസ്സ് സി എന്നൊക്കെ പറഞ്ഞായിരിക്കും പഠിക്കുക. അപ്പോൾ പ്രോസസ്സ് എ കഴിഞ്ഞപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര കോസ്റ്റായി, ഇനി പ്രോസസ്സ് ബിയിൽ അതിന് എത്രത്തോളം കോസ്റ്റായി, അങ്ങനെ നമ്മൾ ഇൻഡിവിജ്വലി ഓരോ പ്രോസസ്സിലുമുള്ള കോസ്റ്റ് വരെ നമ്മൾ പ്രോസസ് കോസ്റ്റിങ്ങിൽ അസർട്ടൈൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ പറയുന്ന കോസ്റ്റിംഗ് മെത്തേഡ് ഇന്നിടത്ത് അപ്ലൈ ചെയ്യണം എന്നുള്ള അല്ലാത്ത സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ എ പ്രോസസ് കോസ്റ്റിംഗ് സിസ്റ്റം ക്യാൻ യൂഷ്വലി ബി ഡിവൈസ്ഡ് ഇൻ ഓൾ ഇൻഡസ്ട്രീസ് എക്സെപ്റ്റ് വെയർ ദ ജോബ്, ബാച്ച് ഓർ യൂണിറ്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഇസ് നെസസറി. അതായത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളിടത്ത് അതേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്തടത്തെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട കോസ്റ്റിംഗ് മെത്തേഡാണ്
ഈ പറയുന്ന പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓൾറെഡി ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, അപ്പം വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആൻഡ് ദർ ആർ ക്ലിയർലി ഡിഫൈൻഡ് പ്രോസസ് കോസ്റ്റ് സെന്റേഴ്സ് ആൻഡ് അക്യുമുലേഷൻ ഓഫ് ഓൾ കോസ്റ്റ് ബൈ ദ കോസ്റ്റ് സെന്റർ ഈസ് പോസിബിൾ. അപ്പം നമ്മൾ ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ട് തരം തിരിച്ചതിൻ്റെ കോസ്റ്റുകൾ കൃത്യമായിട്ട് അലൊക്കേറ്റ് ചെയ്യണം. ഇപ്പം മെറ്റീരിയലിന് ഇത്ര, ലേബറിന് ഇത്ര, ഓവർഹെഡിന് ഇത്ര എന്നുള്ളത് നമ്മൾ കൃത്യമായി ഓരോ പ്രോസസ്സിലും തരം തിരിച്ച് കാണിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദർ ഇസ് എ മെയിൻ്റനൻസ് ഓഫ് അക്യുറേറ്റ് റെക്കോർഡ്സ് ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് കോസ്റ്റ് ഇൻകേർഡ് ബൈ ഈച്ച് പ്രോസസ്. അപ്പോൾ ഇപ്പോൾ പ്രോസസ് സെയിൽ നിങ്ങൾക്ക് എത്രത്തോളം യൂണിറ്റ്സ് ആണ് അതിന് ഔട്ട്പുട്ടായിട്ട് കിട്ടിയത്, അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എത്ര കോസ്റ്റായി, അങ്ങനെ ഓരോ പ്രോസസ്സിലും നമ്മളത് കൃത്യമായിട്ട് അതിൻ്റെ യൂണിറ്റ്സും അതിൻ്റെ കോസ്റ്റും നമ്മൾ അസർട്ടൈൻ ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രോസസ് എ, പ്രോസസ് ബി, പ്രോസസ് സി, അങ്ങനെ 3 പ്രോസസ്സാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ പ്രോസസ് എയുടെ എൻഡിൽ നിങ്ങൾക്ക് വരുന്ന ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അതായത് പ്രോസസ് എ കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, അതായിരിക്കും നെക്സ്റ്റ് പ്രോസസ്സിലെ ഇൻപുട്ട് എന്ന് പറയുന്നത്. കാരണം ഈ പ്രോസസ്സ് കഴിഞ്ഞിട്ട് വേണം അടുത്ത പ്രോസസ്സിലേക്ക് ഇതിന് മൂവ് ചെയ്യാൻ. സോ ഫസ്റ്റ് പ്രോസസ്സിൻ്റെ എൻഡിൽ നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അതാണ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് എന്താണോ അതായിരിക്കും നെക്സ്റ്റ് പ്രോസസ്സിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. കാരണം ഇത് യൂസ് ചെയ്തിട്ട് വേണം അടുത്തൊരു പ്രോസസ്സിലേക്ക് മൂവ് ചെയ്യാൻ. സോ അതാണ് ഇവിടെ പറയുന്നത്. ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഓഫ് വൺ പ്രോസസ് ബിക്കംസ് ദ റോ മെറ്റീരിയൽ ഓഫ് ദ നെക്സ്റ്റ് പ്രോസസ് അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ എൻഡിങ്ങിൽ വന്ന കാര്യമായിരിക്കും തൊട്ടടുത്ത പ്രോസസ്സിൻ്റെ ബിഗിനിങ്ങിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ പ്രൊഡക്ഷൻ സംഭവിക്കുമ്പോൾ ഈ പറയുന്ന ബൈ പ്രൊഡക്ട്സുകൾ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും ഉള്ള ചാൻസസ് ഉണ്ട്. ബൈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു മെയിൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കൂടെ നമ്മൾ മനഃപൂർവ്വം അല്ലാതെ ഇത് ക്രിയേറ്റ് ചെയ്ത് വരുന്ന പ്രൊഡക്റ്റുകളെയാണ് നമ്മൾ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി മെയിൻ പ്രൊഡക്റ്റിൻ്റെ അത്രയും മൂല്യമോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല, ബട്ട് സ്റ്റിൽ നമുക്കത് ഈ പറഞ്ഞ പോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ബൈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള രീതിക്കല്ല നമ്മൾ ഈ മെയിൻ പ്രോസസ്സ് ചെയ്യുന്നത്, പക്ഷേ ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഭാഗമായി വന്നു, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ബൈ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പം ഈ പ്രോസസ്സിൽ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഔട്ട്പുട്ട്സ് എപ്പോഴും യൂണിഫോം ആയിരിക്കും, ഒരുപോലെയുള്ള ഔട്ട്പുട്ട്സ് ആയിരിക്കും. അത് പറഞ്ഞാൽ ഹോമോജീനിയസ് ഔട്ട്പുട്ട് ആയിരിക്കും. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപോലെ. സോ ഒരുപോലെയുള്ള ഔട്ട്പുട്ട്സ് ആയിരിക്കും നമുക്ക് ഈ ഒരു പ്രോസസ്സിൽ കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഇത് എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം? കെമിക്കൽ വർക്ക്സ്, സോപ്പ് മേക്കിംഗ്, ബോക്സ് മേക്കിംഗ്, ഡിസ്റ്റിലേഷൻ പ്രോസസ്, പേപ്പർ മിൽസ്, ബിസ്ക്കറ്റ് വർക്ക്സ്, ഓയിൽ റിഫൈനിങ്, ഫുഡ് പ്രോഡക്ട്സ്, മിൽക്ക് ഡയറി, ടെക്സ്റ്റൈൽ, മീറ്റ് പ്രോഡക്റ്റ് ഫാക്ടറി, കോക്ക് വർക്ക്സ്, ഇവിടെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കോസ്റ്റിംഗ് മെത്തേഡ്, ഈ പറയുന്ന പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഓരോ മെത്തേഡും അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് പഠിക്കുക, അതോടൊപ്പം അത് ഏത് ഇൻഡസ്ട്രിയിലാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതുകൂടി കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ നമുക്ക് 1-2 പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഈ ഒരു ഏരിയയിൽ നിന്ന് നോക്കാം. Dash costing is applied when the quantity of similar and identical products are manufactured together as one job. ഒരുമിച്ച് ക്വാണ്ടിറ്റി വരുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ടുഗെദർ ആസ് വൺ ജോബ് എന്നില്ലായിരുന്നുവെങ്കിൽ യു ക്യാൻ ആക്ച്വലി ഗോ ഫോർ പ്രോസസ് കോസ്റ്റിംഗ്. ഇവിടെ തന്നിട്ടില്ല, ഈവൻ പ്രോസസ് കോസ്റ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യായിരുന്നു. പക്ഷേ ഒരു ജോബായിട്ട്, അതായത് ഒരു സെറ്റിൽ ഒരുപോലെയുള്ള കുറേ ഐറ്റംസ് വരും. അതെവിടെ ആക്ച്വലി സംഭവിക്കുന്നത്? ദാറ്റ് വാസ് ഇൻ ബാച്ച് കോസ്റ്റിംഗ് അല്ലേ? ബാച്ച് കോസ്റ്റിംഗ് നമ്മൾ പറഞ്ഞു ഒരു ബാച്ചിൽ ഒരുപോലെയുള്ള ഐറ്റംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ദാറ്റ്സ് വൈ നമുക്ക് ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യാം? ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോൺട്രാക്ട് കോസ്റ്റിംഗ് ഇസ് നോട്ട് യൂസ്ഡ് ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇൻഡസ്ട്രീസ്. അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് എവിടേക്ക് അപ്ലൈ ചെയ്യാം എന്ന് നിങ്ങൾക്ക് അറിയായിരിക്കണം, എങ്കിലേ നമുക്ക് എവിടെ അപ്ലൈ ചെയ്യത്തില്ല എന്നറിയത്തുള്ളൂ. ഷിപ്പ് ബിൽഡിങ്ങിൽ ഉറപ്പായിട്ടും യൂസ് ചെയ്യാം, സിവിൽ കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യാം, ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജസിലും യൂസ് ചെയ്യാം. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്കിത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. സോ നമുക്ക് 4 തരത്തിലുള്ള കോസ്റ്റിംഗ് മെത്തേഡുകൾ തന്നിട്ടുണ്ട്. കോൺട്രാക്ട് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, കോമ്പോസിറ്റ് കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിംഗ്. ആൻഡ് ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് മോട്ടോർ കാർ മാനുഫാക്ചറിങ്, റിപ്പയർ ഷോപ്പ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, എസ്കലേഷൻ ക്ലോസ്. സോ എസ്കലേഷൻ ക്ലോസ് എന്ന് പറയുന്ന ഒരു പുതിയ ടേമാണ് അല്ലേ? സോ എന്താണ് എസ്കലേഷൻ ക്ലോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ നമുക്കറിയാം കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു ലോങ് പീരീഡിലേക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പം ഒരു ലോങ് പീരീഡിലേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൈസിലും കാര്യങ്ങളിലൊക്കെ ഫ്ലക്ച്വേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ വരികയാണെങ്കിൽ ഈ പറയുന്ന കോൺട്രാക്ടർക്കും കോൺട്രാക്റ്റിക്കും 2 വ്യക്തികൾക്കും നഷ്ടമില്ലാത്ത രീതിയിൽ അതിനെ സെറ്റ് ചെയ്ത് പോവുക എന്നൊരു ക്ലോസ് ആണ് എസ്കലേഷൻ ക്ലോസ് ത്രൂ നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ എക്സ്ട്രാ ആയിട്ടൊന്ന് അറിഞ്ഞു വെച്ചോളുക, അതിന് വേണ്ടിയിട്ട് ആ ഒരു ക്വസ്റ്റൻ ആഡ് ചെയ്തതാണ്. സോ അതുകൊണ്ട് നമുക്ക് A4 എന്ന് ഇപ്പോൾ പറയാം. ഫൈൻ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നോക്കാം. മോട്ടോർ കാർ മാനുഫാക്ചറിങ് എവിടെ വരും? മോട്ടോർ കാർ, ബൈസിക്കിളൊക്കെ നമ്മൾ എവിടെയാണ് പറഞ്ഞത്? കോമ്പോസിറ്റ് കോസ്റ്റിങ്ങിലാണ് പറഞ്ഞത്. റിപ്പയർ ഷോപ്പ് എന്ന് പറയുമ്പോൾ അത് ഇൻഡിവിജ്വലൈസ്ഡ് ആണ്, ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ഡിഫറെൻ്റ് ആണ് അല്ലേ? സോ യു ക്യാൻ കണക്ട് ഇറ്റ് വിത്ത് ജോബ് കോസ്റ്റിംഗ്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അപ്പോൾ നമുക്ക് ഏതുമായിട്ട് മാച്ച് ചെയ്യാം? പ്രോസസ് കോസ്റ്റിംഗ്. സോ A4 ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. B3,
C1 and D2. Okay, so correct answer for this question is option A. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കോസ്റ്റിംഗ് മെത്തേഡ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. കോസ്റ്റിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. നമ്മൾ പല കോമ്പറ്റേറ്റീവ് എക്സാം എടുത്തു നോക്കുമ്പോഴും നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ എന്തൊക്കെ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞു. സോ ആ ഒരു ഏരിയാസിൽ നിങ്ങൾ കൃത്യമായി ഫോക്കസ് കൊടുത്തിട്ട് പഠിക്കുക എന്നുള്ളതാണ്. സോ താങ്ക് യു, ഹാപ്പി ലേണിംഗ്.